തുടർന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് UDF കൺവീനർ അടൂർ പ്രകാശ് MP SIT ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. ഷഫീദ് റാവുത്തർ ഇപ്പോൾ ചേരുന്നുണ്ട് തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്തിന് മുൻപിൽ നിന്ന്. ഷഫീദ്, അദ്ദേഹം ചോദ്യം ചെയ്യലിന് ശേഷം ഇവിടുന്ന് മടങ്ങിയിട്ടുണ്ട്. ഈ രാഷ്ട്രീയ പ്രതികരണങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം കേൾക്കുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിത നടപടി എന്നുള്ള തരത്തിലാണല്ലോ. പക്ഷേ ഇതിലൊരു അസ്വാഭാവികത അദ്ദേഹം കാണുന്നില്ല. UDF ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും കാണുന്നില്ല. ഷഫീദ്, നമ്മൾ ഈ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തു എന്നുള്ള വാർത്ത പുറത്തേക്ക് വന്നതിന് ശേഷം ആദ്യമായി പ്രതികരിച്ചൊരു നേതാവ് AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ അക്കാര്യത്തിൽ പറഞ്ഞത് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ ചോദ്യം ചെയ്യൽ എന്നുള്ളതാണ്. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട പ്രതികരണം പ്രതിപക്ഷ നേതാവിൻ്റെതായിരുന്നു. ഇപ്പോൾ ഒന്നും പ്രതികരിക്കാനില്ല എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചത്. എന്നാൽ അടൂർ പ്രകാശ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം അവസാനിപ്പിച്ച് അദ്ദേഹം കാറിലേക്ക് കയറുന്ന ഘട്ടത്തിൽ നമ്മളാണ് ആവർത്തിച്ച് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതയുണ്ടോ, നിയമസഭാ തെരഞ്ഞെടുപ്പ് സാഹചര്യമല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അടൂർ പ്രകാശ് അക്കാര്യത്തിൽ പറഞ്ഞത് അസ്വാഭാവികത, അതായത് ഈ ചോദ്യം ചെയ്യലിൽ അസ്വാഭാവികത ഒന്നുമില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി അദ്ദേഹം ആ റഷിനിടയിൽ, ആ തിരക്കിനിടയിൽ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞതാണോ എന്ന് നമുക്കറിയില്ല. അദ്ദേഹം ഇപ്പോൾ ഫ്ളാറ്റിലേക്കാണ് പോയിരിക്കുന്നത്. അവിടേക്ക് മാധ്യമപ്രവർത്തകർ എത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടുതൽ വിശദമായി ലഭിക്കും എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. ഏതായാലും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവാണ്. അതിൽ ഏറ്റവും പ്രധാനം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള പ്രതികളുമായി പരിചയമുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അടൂർ പ്രകാശിനെ പോലീസ് ആസ്ഥാനത്തായി ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് എത്തിച്ച് ചോദ്യം ചെയ്തത്. അദ്ദേഹത്തിന് ഇന്ന് രാവിലെ എത്താനായിരുന്നു SIT നോട്ടീസ് നൽകിയത്, അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ 10:30 അദ്ദേഹം ഇവിടേക്ക് എത്തി. ഏതാണ്ട് 2.5 മണിക്കൂർ ആ ചോദ്യം ചെയ്യൽ നീണ്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നേരത്തെ A പത്മകുമാറിനെയും അതേപോലെ തന്നെ PS പ്രശാന്തിനെയും അടക്കം പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിച്ച് ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് SIT എത്തിച്ചേർന്നിരുന്നു. ഏതായാലും അതടക്കം ഈ കേസിൽ നിർണായകമാണ്. പല കാര്യങ്ങൾ, പല രാഷ്ട്രീയ മാനങ്ങളടക്കം ഈ അടൂർ പ്രകാശിന്റെ ചോദ്യം ചെയ്യലിൽ ഉണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതി അറിയിച്ച ശേഷമാണ് SITയുടെ നീക്കം എന്നുള്ളതും നിർണായകം. ഇനി ഏത് ഉന്നതരിലേക്ക് അന്വേഷണം പോകും, ആരെയൊക്കെ ചോദ്യം ചെയ്യുമെന്നൊക്കെയുള്ള കാര്യങ്ങളിൽ രാഷ്ട്രീയ ആകാംക്ഷ അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. കാരണം 9-ാം തീയതിയാണ് ഇടക്കാല റിപ്പോർട്ട് വീണ്ടും SIT കോടതിയിൽ കൊടുക്കുക. ഇതുവരെ SIT കൊടുത്തിട്ടുള്ള രഹസ്യ സ്വഭാവത്തിലുള്ള വിവരങ്ങളെക്കുറിച്ച് നമുക്കറിയില്ല. നമ്മളപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എന്താണ് ആക്ച്വലി സംഭവിച്ചത്, സ്വർണം എത്ര നഷ്ടമായി, മാത്രമല്ല സ്വർണം എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ബെനിഫിഷ്യറികൾക്ക് ലഭിച്ചതെന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അതിൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്നതടക്കം പ്രതിപക്ഷം വലിയ തരത്തിൽ രാഷ്ട്രീയ ആരോപണമാക്കിയിരുന്നു. അതിനെ പ്രതിരോധിച്ചുകൊണ്ട് LDFും അല്ലെങ്കിൽ ഇടത് കേന്ദ്രങ്ങളും വലിയ തരത്തിലുള്ള പ്രതിരോധം തീർത്തതാണ്. അങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ അടൂർ പ്രകാശിന്റെ ചോദ്യം ചെയ്യലിന് പലതരത്തിലുള്ള രാഷ്ട്രീയ മാനങ്ങളുണ്ട്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.